മലയാളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരങ്ങൾ മോഹൻലാലും മമ്മൂട്ടിയുമാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതിൽ തന്നെ മമ്മൂട്ടിയേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്നത് മോഹൻലാൽ ആണെന്നും വിവിധ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇരു താരങ്ങളും സ്വന്തം നിർമ്മാണ കമ്പനികളുടെ സിനിമകളിൽ അഭിനയിക്കുന്നതിനാൽ തന്നെ അടുത്ത കാലത്തായി പ്രതിഫല വിവരങ്ങൾ അങ്ങനെ പുറത്തു വന്നിട്ടില്ല. കൃത്യമായ കണക്കുകൾ ലഭ്യമല്ലെങ്കിലും മോഹൻലാൽ ഒരു സിനിമയ്ക്ക് 10 മുതൽ 25 കോടി വരെ പ്രതിഫലം വാങ്ങുമ്പോൾ മമ്മൂട്ടി 10 മുതൽ 20 കോടി വരെ വാങ്ങുന്നുവെന്നാണ് IMDb വെബ്സൈറ്റിന്റെ കണക്ക്. ഈ സാഹചര്യത്തിലാണ് മമ്മൂട്ടിക്ക് ആദ്യ സിനിമയ്ക്ക് ലഭിച്ച പ്രതിഫലത്തെ കുറിച്ച് ശ്രീനിവാസൻ ഒരിക്കൽ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ശ്രദ്ധേയമാകുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഒരു TV ചാനലിന്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് ശ്രീനിവാസൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. പ്രഭാകരൻ, സിദ്ധാർത്ഥ്, സെയ്ദ് മുഹമ്മദർ എന്നിവർ ചേർന്ന് ഒരു സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചു. KG ജോർജ് ആണ് സംവിധായകൻ. കഥ തന്റെ നാട്ടുകാരനായ ശ്രീധരൻ ചെമ്പാടിന്റേതാണ്. പ്രഭാകരൻ സാർ നിർമ്മാതായതിനാൽ തന്നെ ആ ചിത്രത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ താൻ ഉണ്ടായിരുന്നു. ഒരു കഥ തിരക്കഥയാകുന്നത് എങ്ങനെ എന്ന വിദ്യയുടെ പ്രാരംഭ പാഠങ്ങൾ താൻ ആ സിനിമയുടെ ഗുരുനാഥന്മാരിൽ നിന്നാണ് മനസ്സിലാക്കിയത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒരു സർക്കസ് സിനിമയാണ്. നായകൻ ഒരു കുള്ളനാണ്, സർക്കസിലെ ബഫൂൺ. ഉപനായകൻ ഒരു മോട്ടോർ ബൈക്ക് ജമ്പറാണ്. ആ റോളിലേക്ക് സ്മാർട്ടും മിടുക്കനും കാണാൻ ചന്തമുള്ള ഒരാളെ വേണം. അപ്പോൾ താനാണ് എറണാകുളത്ത് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം വക്കീലാണെന്നും ദിൽഖാനന്റെ സ്വപ്നങ്ങൾ എന്ന സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞത്. ദിൽഖാനന്റെ സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹൻ രാമചന്ദ്ര ബാബു അവിടെ ഉണ്ടായിരുന്നതിനാൽ അദ്ദേഹവും അതിനെ പിന്തുണയ്ക്കുകയുണ്ടായി. ആ റോളിന് അങ്ങനെ മമ്മൂട്ടിയെ തീരുമാനിക്കുകയും മേള എന്ന ചിത്രത്തിൽ മമ്മൂട്ടി അഭിനയിക്കുകയും ചെയ്തു. കണ്ണൂരും എറണാകുളത്തുമായാണ് ഷൂട്ടിംഗ് നടന്നത്. എറണാകുളത്ത് വെച്ച് മമ്മൂട്ടി ജോർജ് സാറിനെ കാണുകയും അദ്ദേഹത്തിന് മമ്മൂട്ടിയെ വല്ലാതെ ഇഷ്ടപ്പെടുകയും ചെയ്തു. മേളയുടെ ഡബ്ബിങ്ങിനായി മമ്മൂട്ടി മദ്രാസിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ പ്രഭാകരൻ സാർ ഏൽപ്പിച്ച മമ്മൂട്ടിയുടെ പ്രതിഫല തുക 800 എന്നൊരു രൂപ സെൻട്രൽ സ്റ്റേഷനിൽ വെച്ച് അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ മമ്മൂട്ടിയുടെ കണ്ണ് തള്ളിപ്പോയി. സത്യം പറഞ്ഞാൽ ദിൽഖാനന്റെ സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിന് അദ്ദേഹത്തിന് ലഭിച്ച പ്രതിഫലം 50 രൂപയായിരുന്നു. അങ്ങനെയുള്ള മമ്മൂട്ടി ഈ തുക കണ്ട് കണ്ണ് തള്ളിപ്പോകുന്നതിൽ അത്ഭുതമില്ലല്ലോ. ഈ രൂപ കൊണ്ട് എറണാകുളത്ത് പോയി ഞാൻ ഒരു വിലസും എന്ന് പറഞ്ഞാണ് പുള്ളി പോയത്. എറണാകുളത്തെ വക്കീൽ പണിയിൽ നിന്ന് പുള്ളിക്ക് കാര്യമായി ഒന്നും കിട്ടില്ലെന്ന് താൻ എപ്പോഴാണ് മനസ്സിലായതെന്നും ശ്രീനിവാസൻ പറയുന്നുണ്ട്. മേള റിലീസായി, പക്ഷെ ചിത്രം ഒരു വൻ വിജയമായില്ലെങ്കിലും മമ്മൂട്ടി എന്ന നടനെ പ്രേക്ഷകർ ശ്രദ്ധിക്കുകയും ചെയ്തതോടുകൂടി കുറെ ചിത്രങ്ങളിലേക്കുള്ള അവസരങ്ങൾ മമ്മൂട്ടിയെ തേടിയെത്തി. പടയോട്ടം എന്ന ചിത്രത്തിൽ പ്രധാനപ്പെട്ട വേഷം ചെയ്തതോടുകൂടി മമ്മൂട്ടിയുടെ മൂല്യവും ഉയർന്നു. മേളയിൽ ചാൻസ് വാങ്ങിക്കൊടുത്ത വ്യക്തി എന്ന നിലയിൽ മമ്മൂട്ടി തന്നോട് പ്രത്യേക മമത കാണിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ മമ്മൂട്ടിക്ക് വേണ്ടിയല്ല, മേള എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് മമ്മൂട്ടിയുടെ പേര് താൻ പറഞ്ഞതെന്ന് തനിക്ക് അറിയാമായിരുന്നു എന്നും ശ്രീനിവാസൻ വ്യക്തമാക്കുകയുണ്ടായി.